200 പേർക്ക് ഒരാൾ എന്ന ക്രമത്തിലായിരുന്നു ഇത്തവണ ഹജ്ജിനായി എത്തിയ ഹാജിമാരെ സേവിക്കാനുണ്ടായിരുന്ന വളണ്ടിയർമാരുടെ എണ്ണം. കേരളത്തിലെ വിവിധ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉള്ളവരായിരുന്നു ഇവർ. അവരും നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതേക്കുറിച്ച് ഹാജിമാർക്കും അവർക്കും പറയാനുണ്ട്. ഏറെ വ്യത്യസ്തതകളുള്ള ദൗത്യം ഏറ്റെടുത്ത് മക്കയിലെത്തിയതാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. നാടും വീടും വിട്ട് ജോലിയുടെ ഭാഗമായി പൊടുന്നനെ ഒരു യാത്ര. ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ടവർക്ക് നിർവഹിക്കാൻ. 800-ലേറെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഹാജിമാരോടൊപ്പം മക്കയിൽ എത്തിയിരുന്നത്. സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വ്യത്യസ്ത സർക്കാർ ജോലികൾ നിർവഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. മുസ്ലിം വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കേണ്ട നിർബന്ധിത കർമ്മമാണ് ഹജ്ജ്. ഇതിന് ഹാജിമാരോടൊപ്പം അനുഗമിച്ച് കർമ്മങ്ങൾ പൂർത്തിയാക്കി നാടുകളിലേക്ക് മടങ്ങിയെത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. ഇതിനായി പ്രത്യേക പരിശീലനം നൽകിയാണ് ഇവരെ മക്കയിലേക്ക് അയക്കുന്നത്. നേരത്തെ ഹജ്ജോ ഉംറയോ ചെയ്ത് മക്കയും മദീനയും പരിചയമുള്ളവർക്കാണ് ഇത്തവണ അവസരം ലഭിച്ചത്. അവ പൂർത്തിയാക്കി മടങ്ങുകയാണ് ഇവർ. ഹജ്ജ് വളരെ സുഖകരമായിട്ട് നടന്നു. അമിതമായ ചൂട് മൂലം ഹാജിമാർ വളരെയധികം പ്രയാസപ്പെട്ടു. എങ്കിലും എല്ലാ ഹാജിമാർക്കും അറഫ ഉറപ്പാക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. മുഴുവൻ ഹാജിമാരെയും കൃത്യസമയത്ത് തന്നെ അറഫയിൽ എത്തിച്ചു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ബസ് വരാത്ത അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തരണം ചെയ്ത് ഹാജിമാരെ എല്ലാ ഹാജിമാരെയും ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ അറഫയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചൂട് മൂലം ഹാജിമാർ കുറേയധികം ക്ഷീണിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിൻ്റെ ചില നിയന്ത്രണങ്ങൾ, പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ ഹാജിമാരെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കി. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് തിരിച്ചു വരുമ്പോഴും ഹാജിമാർ പല ഘട്ടങ്ങളിലും തടയപ്പെടുകയും സമയബന്ധിതമായി മെട്രോ ആരംഭിക്കാത്തതും ഹാജിമാരെ കുറച്ചധികം പ്രയാസത്തിലാക്കി. ഓരോ വർഷവും ഹജ്ജ് കാലമാകുന്നതോടെ ഇതിന് പ്രത്യേക അപേക്ഷ ക്ഷണിക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് അവസരം ലഭ്യമാവുക. തിരഞ്ഞെടുത്തവർക്ക് പിന്നീട് വിവിധ പരിശീലനങ്ങളാണ്. പ്രായമായവരെ വരെ പരിചരിക്കേണ്ട സൈക്കോളജി മുതൽ എല്ലാം ഇവരെ പഠിപ്പിക്കും. വ്യത്യസ്ത പരിശീലനം നേടി തയ്യാറാക്കിയ ഇവരെയാണ് ഇത്തരത്തിൽ ഹജ്ജിനായി ഹാജിമാരുടെ കൂടെ അയക്കുന്നത്. ഖാത്തിമുൽ ഹുജ്ജാജി എന്ന് അറിയപ്പെടുന്ന ഇവർ മക്കയിൽ അവരുടെ കർമ്മങ്ങളിലുടനീളം സഹായത്തിനായി വളണ്ടിയർമാരായി കൂടെയുണ്ടാകും. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷേ ആദ്യം ഇവിടെ ഒരു പ്രാവശ്യം ഹജ്ജോ ഉംറയോ ചെയ്തവർക്കാണ് ഇതിൽ സെലക്ഷൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഏരിയ നമുക്കൊരു പരിചയമുള്ള സ്ഥലമായിരുന്നു. മക്കയായാലും മദീന ആയാലും ഒക്കെ നമുക്കൊരു പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഉമ്മമാരാണെങ്കിലും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ടീവായിരുന്നു. ആർക്ക് എന്ത് സഹായമാണെങ്കിലും പരസ്പരം സഹായിച്ചവരെന്നെ ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി സെലക്ഷൻ കിട്ടുകയാണെങ്കിലും നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു, ഇവർക്ക് വേണ്ടി നല്ല രീതിയിൽ സേവനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷമായി പുരുഷ തുണയില്ലാത്ത ഹജ്ജിനെത്താൻ 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും അവസരമുണ്ട്. ഇത്തരത്തിൽ 3600ഓളം തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജിന് എത്തിയത്. ചരിത്രത്തിലെ റെക്കോർഡ് എണ്ണമാണ് ഈ കാറ്റഗറിയിൽ ഇത്. ഇവരെയും സുരക്ഷിതരായി ഹജ്ജ് നിർവഹിച്ച് നാട്ടിലെത്തിക്കുന്നത് 18 വനിതാ വളണ്ടിയർമാരാണ്. ഫസ്റ്റ് ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റിലുള്ള ഉമ്മമാരെ ഞങ്ങൾ ആദ്യം വിളിച്ച്, നിങ്ങളുടെ കൂടെ വരുന്ന ഖാദിമുൽ ഹജ്ജാജ് ഞങ്ങളാണ്, പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടോ, പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള മുമ്പ് പെൻഷൻ ആയതാണോ, ആ രീതിയിലൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഏകദേശം ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് അവരോട് ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവും. അത് വെച്ചിട്ടാണ് പിന്നെ നമ്മളിങ്ങോട്ട് ഈ മക്കത്തെത്തിയതിന് ശേഷം നമ്മൾ അവരോട് പെരുമാറുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഉമ്മമാരുണ്ടാകുമ്പോൾ അവരെ കൂടെ തന്നെ ലിഫ്റ്റ് കയറാനും ഒരുപാട് നേരം സംസാരിച്ച്, അവരെ ബന്ധുക്കളൊന്നും അടുത്തില്ലാത്ത സാഹചര്യത്തിലാണ് അവർ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തും ഞങ്ങളോട് തുറന്ന് പറയാമെന്നും ഞങ്ങളൊരു മകളെ പോലെയോ സഹോദരിയെ പോലെയോ കാണാമെന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ അവരെത്തിക്കും. ഏറെ ശ്രമകരമായ ദൗത്യമാണ് ഇവരുടേത്. പ്രായമായ തീർത്ഥാടകരാണ് ഈ കാറ്റഗറിയിൽ കൂടുതലായും ഹജ്ജിൽ പങ്കെടുക്കുന്നതും. ഇവരുടെ സേവനങ്ങൾ പൂർത്തിയാക്കുകയായിരിക്കും ഓരോ ഘട്ടത്തിലും ഈ വളണ്ടിയർമാർ. ശരിക്കും പറഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഉമ്മമാരാണ്, പല രീതിയിൽ ജീവിച്ച ഉമ്മമാരാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ എടുത്ത് പറയത്തക്ക രീതിയിൽ എല്ലാം വ്യത്യസ്തമാണ് ഓരോ വിഷയങ്ങളും. അതുകൊണ്ട് ഇവരൊക്കെ വിട്ടുവരിക എന്നുള്ളത് ഭയങ്കര ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. ജോലിക്കപ്പുറം ഇത് ദൈവികമായ ചുമതലയായാണ് ഇവർ കാണുന്നത്.
ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിന് ദൈവത്തിന്റെ അതിഥികളായി പുണ്യനഗരികളിൽ എത്തുന്ന തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഇവരാണ്. കർമ്മങ്ങൾ പൂർത്തിയാക്കാനും ഇവർ സഹായിക്കുന്നു. ഇത് സാധാരണ ജോലിയല്ല. ഹാജിമാരുടെ ഓരോ ചലനവും ഹജ്ജിന്റെ ഭാഗമാകുന്നുണ്ട്. അതിൽ തടസ്സങ്ങളും മറ്റും സംഭവിക്കുന്നത് ഹജ്ജ് തന്നെ ഇല്ലാതാക്കും. ഇത്തരത്തിൽ ഏറെ കണിശതയോടെ നിർവഹിക്കണം ഇതിലെ കർമ്മങ്ങൾ ഓരോന്നും. അതിനാൽ ഓരോ ഹാജിയെയും ശരിയായ ദിശയിൽ കൊണ്ടുപോവുക എന്നത് കൂടിയാണ് വളണ്ടിയർമാർ നിർവഹിക്കുന്ന ദൗത്യം. ഒരു ദിവസം ഇവിടെ നമ്മൾ ബസ്സിൽ നിന്ന് ഒരു ഉമ്മ വീണു. ഇവിടെ നിർത്തുന്ന സമയത്ത് അവർ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ വീണിട്ട് ഇവിടുത്തെ നമ്മുടെ നെക്ക് ഓഫ് ഫീമറിന് ഫ്രാക്ഷൻ സംഭവിച്ചു. അപ്പോൾ അന്ന് പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ വീൽ ചെയറിൽ എത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്ന് സ്ട്രക്ചറിൽ ഇരുത്തിയിട്ട് ഇവിടെ നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ ഡിസ്പെൻസറി കാണിച്ച സമയത്ത് അവർ പെട്ടെന്ന് അൽനൂറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് അൽനൂറിൽ അന്ന് നമുക്ക് ഇന്ത്യൻ എംബസിൻ്റെ ട്രാൻസ്ലേറ്റർ ആയാലും നല്ല സപ്പോർട്ടീവായിരുന്നു. നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ അവർക്ക് ലഭിച്ചു. ഇപ്പോൾ അവരെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഓക്കെ ആയിട്ടുണ്ട്. ഹജ്ജിൻ്റെ സമയത്ത് എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അർഫയിലേക്കൊക്കെ അവർ ആംബുലൻസിൽ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി ആണെങ്കിലും ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള സഹായം നമുക്ക് സഹകരണവും സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാണ് ഓരോ വളണ്ടിയറുടെയും അനുഭവങ്ങൾ. ഇത്തവണ കൂടുതൽ ചൂട് നിറഞ്ഞതായിരുന്നു ഹജ്ജ് കാലം. ഇതിന്റെ പ്രയാസങ്ങളും ഏറെയായിരുന്നു. ഓരോ അമ്മമാർ തളർന്നു വീഴുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ORS ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഹറമിൽ പോയി വരുന്ന ഓരോ ഹാജിമാർക്കും നമ്മൾ അപ്പോഴേക്കപ്പോഴേ ഈ ORS ലൈന് കലക്കി കൊടുത്ത് അവരെ തളർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തും. എല്ലാം നിർവഹിച്ചു മടങ്ങുമ്പോൾ കൂടപ്പിറപ്പുകളെപ്പോലെ സ്വന്തമായി കഴിഞ്ഞ് ഓരോ ഹാജിക്കും ഇവർ കൂട്ടാകും. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ഹാജിമാരുടെ ബന്ധുക്കൾ നിരന്തരം വിളിക്കുന്നതും ഇവരെയാണ്. ഇനി മടക്കത്തിലുള്ള ഒരുക്കത്തിലാണ് ഇവർ. ദിവസങ്ങൾ കഴിയുന്നത് നമ്മൾ അറിഞ്ഞില്ല. ഇതിൻ്റെ ഇടയിൽ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളും ഹാജിമാരും തമ്മിലുള്ള ബന്ധം കൂടിക്കൂടി വരിക ചെയ്യുന്നത്. മദീനയിലേക്ക് പോകാറായി, മദീന മൂവ്മെൻറ്റ് ക്ലാസ് തുടങ്ങുന്നു എന്നുള്ള കേട്ടപ്പോഴാണ് പടച്ചോൻ ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. ഇത്രയും ദിവസം സ്വന്തം രക്ഷിതാക്കളായി നിന്നവരെ വിട പറയുന്ന പ്രതീതി. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട ഇടത്തിൽ നിന്ന് ഓരോ ഹാജിയും ഇവരെ കൂടി ചേർത്തു വച്ചിട്ടുണ്ട്.